ഹായ് മച്ചാമാരെ, എയർ കൂളിംഗ് പത്തനംതിട്ടയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ തല ഒടിഞ്ഞു പോയി. ഇതാ കണ്ടില്ലേ, കിടക്കുന്നുണ്ടല്ലേ, ഫാനിൻ്റെ തല ഒടിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കടയിലേക്ക് കൊണ്ടുവന്ന ഒരു ഫാനാണ്. അപ്പം അതിനെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഫാനിൻ്റെ ചുറ്റിനും വന്നിരിക്കുന്ന ഒരു സൈസ് ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചാൽ മതി കേട്ടോ. ആ നട്ടം ഇളക്കാൻ പറ്റും. അതിനുശേഷം ബ്ലോവർ ഇളക്കാം. ബ്ലോവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലീഫ് ഇളക്കാം. ലീഫ് കഴിഞ്ഞതിന് ശേഷം അതിനകത്തും ഒരു ത്രെഡ് പോലത്തെ ഇത് വരുന്നുണ്ട്. അത് നമുക്ക് ഇളക്കാം. അതിനുശേഷം ഇതാകണ്ടല്ലേ, ഇത് മോട്ടർ കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ്, അതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് വെക്കുന്നതാണ്. അപ്പം ഇതിലെനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫാനുകളൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ഇതൊരു മില്ലിൽ ഇരുന്ന ഫാനാണ്. അപ്പം ഇത് ഫുള്ള് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയോ അതിനകത്തുണ്ട്. അപ്പം അത് അഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ സർവീസിങ് പക്കയായിട്ട് ചെയ്ത് കൊടുക്കുക. പക്കയായിട്ട് സർവീസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ മോട്ടറിന് ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പം മോട്ടറിന് ലൈഫ് ഉണ്ടെങ്കിൽ ഫാന് നമുക്ക് കാണില്ലേ, ഫുള്ള് പൊടിയും ടെസ്റ്റും, എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഭയങ്കര മോശമായിട്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ഫാൻ്റെ അകത്തൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇങ്ങനെ ഫാൻ ഇരുന്നാൽ തന്നെയും ഈ മോട്ടറുകൾക്കൊക്കെ കംപ്ലൈൻ്റ് ആവുന്ന അവസ്ഥയാണ്. അപ്പം നമ്മൾ മാക്സിമം ഫാനുകളൊക്കെ മോട്ടറുകളൊക്കെ പൊടിയടിക്കുകയാണെങ്കിൽ അത് അഴിച്ചൊന്ന് സർവീസ് ചെയ്ത് കൊടുക്കുക. ബ്ലോവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബ്ലോവർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ പൊട്ടിയ ആ ഒരു സ്പെയറാണ് അതാ കാണുന്നത്. ആ സ്പെയറിൻ്റെ പകുതി അതിലുണ്ട്, പകുതി നമ്മളിപ്പോൾ അഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പെയറാണ് നമുക്ക് മാറേണ്ടതായിട്ടുള്ളത് കേട്ടോ ഗൈസ്. അതിനുശേഷം നമുക്ക് ഈ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് അടിപൊളിയായിട്ട് ബ്ലോവർ അടിച്ചാൽ തന്നെയും പോകുന്നില്ല, എന്നാൽ തന്നെയും ബ്ലോവർ അടിച്ച് കുറേയൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഫാനിൻ്റെ ലീഫ് ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പൊടി പിടിച്ചിരിക്കുകയാണ്. മോട്ടർ അതിനെക്കാട്ടിൽ എല്ലാം ബ്ലോവർ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബ്ലോവർ അടിച്ച് കളയുകയാണ്. സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് കയറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഇത്ര അഴിച്ച സ്ഥിതിക്ക് പൂർണ്ണമായിട്ടും വൃത്തിയാക്കി വേണം നമ്മൾ കൊടുക്കാൻ. കാരണം പിന്നീടൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ ബ്ലോവർ കണ്ട ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത്രയ്ക്കപ്പോൾ പൊടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ തെളിവ്. നമ്മൾ ബ്രഷ് വെച്ചും പല രീതിയിലൊക്കെ ആയിട്ട് നമ്മളത് വൃത്തിയാക്കുന്നുണ്ട്. കണ്ടില്ലേ, പൊടി കണ്ടില്ലേ, നമുക്ക് അത് തുടയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം പൊടികൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. നമ്മൾ പല ബ്രഷൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ വൃത്തിയാക്കി തുടച്ച് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഗ്ലാസ് പോലെ തിളങ്ങാണ്. അതുപോലെ ഇപ്പം പൊടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മളത് എല്ലാം അടിപൊളിയായിട്ട് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്ലോത്തൊക്കെ ഇട്ട് നമ്മൾ സൂപ്പറാക്കി എടുക്കുകയാണ്. എന്താ ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളാണ്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ എത്രമാത്രം പൊടി ഉണ്ടായി എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് എന്തോരം പൊടി ഉണ്ടായിരുന്നു. ഇത് ഫാനിൻ്റെ മോട്ടറിൻ്റെ അകത്ത് വരുന്ന ഒരു സൈസ് ഒരു കവറിങ് ആണ്. മോട്ടർ തന്നെ കണ്ടില്ലേ, ഭയങ്കര വൃത്തികേടായിട്ടിരുന്ന മോട്ടറുകളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ നട്ട് ബോൾട്ടും കാര്യങ്ങളെല്ലാം ഞാൻ പക്കായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉണ്ട്, ഇതിൻ്റെ ഷേപ്പിങ് തന്നെ മാറി, എൻ്റെ കളറിങ് ആ ഒരു ഗ്രേഡൊക്കെ വന്നേക്കുന്നുണ്ടല്ലോ, അതെല്ലാം മാറി. അപ്പോൾ ഇതാണ് പൊട്ടിയ ആ ഒരു സ്പെയർ. ഇത് കണ്ടല്ലേ, എവിടെ നിന്നാണ് പൊട്ടിപ്പോയത്. അപ്പം നമ്മൾ അധികമായിട്ട് ബലം കൊടുത്ത് തിരിക്കുമ്പോഴൊക്കെയാണ് അത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. സെയിം സാധനം തന്നെ, സെയിം കമ്പനിയുടെ സാധനം തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. ചെറിയൊരു സാധനമാണെങ്കിൽ പോലും ഇത് ആ ഒരു ലെഗിൽ ഈ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്പെയറാണിത്. ഇതിൻ്റെ ബലത്തിലാണ് മോട്ടർ കറങ്ങുന്നതും സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതും ഒക്കെ ഈ ഒറ്റ സ്പെയറിൽ തന്നെയാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് സ്വിങ് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ലെഗാണ് അത്. ഞാൻ ആ ഒരു നട്ടിട്ട് അതിലേക്ക് മുറുക്കി കഴിഞ്ഞ് നമുക്കത് സ്വിങ് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ലെഗാണ് ഞാനിപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് മോട്ടറിൻ്റെ അകത്ത് എടുത്ത് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ അതിനകത്ത് ഇറക്കി വെച്ച് നമ്മൾ നോക്കണം കറക്റ്റായിട്ട് ലെവൽ ചെയ്തൊക്കെ വേണം വെക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് എല്ലാം പ്രോപ്പറായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കവറൊക്കെ ഇടുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ.
ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് ടൈറ്റ് ചെയ്ത് മുറുക്കാവുക. അല്ലെങ്കിൽ വല്ലാത്ത പക്ഷം ഇത് പിന്നീട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ജോലിപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനൊന്ന് ചെക്ക് ചെയ്യാണ്. ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഫാനും അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. കണ്ടില്ലേ, ഫുൾ സ്പീഡ് ഇട്ട് അത് ഓഫാക്കി ഇത് ഒന്നിലിട്ട് നമുക്ക് സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് അഴിച്ച് വെച്ചത് അതേപടി നമുക്ക് എങ്ങനെയാണോ അഴിച്ച് അതുപോലെ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുക. അപ്പം ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ പല മെഷീനുകൾക്കും പല ടൈപ്പുകളിലാണ് സ്ക്രൂസുകളും ലോക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കി വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. അത് ചെയ്യാത്ത രീതിയിൽ നമ്മൾ വല്ലാത്ത രീതിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ലോക്കൊക്കെ പൊട്ടിപ്പോകും. പിന്നെ ലാസ്റ്റിൽ അത് ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആ മെഷീൻ തന്നെ നമുക്ക് മാറ്റേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ നമ്മളത് മാക്സിമം ശ്രദ്ധിച്ച് വളരെ സേഫ്റ്റി ആയിട്ട് ഇത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. കറണ്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ മാക്സിമം നമ്മൾ അത് എപ്പോഴും റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സർവീസിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. സർവീസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ നീണ്ട കാലയളവിലൊക്കെ അത് പ്രവർത്തിക്കാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സാരമില്ല എന്നും പറഞ്ഞ് നമ്മൾ വെക്കുമ്പോഴാണ് കൂടുതൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ സർവീസുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലീഫ് ഇടാനുള്ള ആ ഒരു സംഭവം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ലോക്കിൽ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ഹാൻഡിൽ പിടിക്കുന്ന ആ രീതിയിൽ വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ വലത്തേക്ക് നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ഒന്നും തന്നെ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ലെവലിൽ തന്നെ എപ്പോഴും നിൽക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പൊടികളൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് പൊടിയൊക്കെ കാണും. ഇപ്പം നമ്മൾ ആ ഫാനിൻ്റെ ലീഫ് നമ്മൾ ഇടുന്നുണ്ട്. ഇട്ട് കറക്റ്റായിട്ട് അതിനൊരു വെട്ടുണ്ടാവും. വെട്ടിന് കറക്റ്റായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരുന്ന ഫാനിൻ്റെ ആ ഒരു ലീഫ് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു നട്ടുകളുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാണ്. അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. കാറ്റൊക്കെ സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമ്മുടെ വർക്ക് എന്തായാലും അടിപൊളിയായിട്ട് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.